വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ സമരം അവസാനിപ്പിക്കില്ല നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി നേതൃത്വം. സമരം തുടരുന്ന CJP നേതാക്കളുമായി ഇന്ന് കേന്ദ്രമന്ത്രിമാർ ചർച്ച നടത്തുന്നുണ്ട്. 12:30 ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വെച്ചാണ് ഈ ചർച്ച ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതേസമയം സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ ഇന്നും 18ഓളം മെട്രോ സ്റ്റേഷനുകൾ അടഞ്ഞു തന്നെ കിടക്കും എന്നാണ് വിവരം. ഇന്നലെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നതാണ്. ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളുടെ എണ്ണം, സമരക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ രാത്രി, ഇന്ന് പുലർച്ചെയുമൊക്കെ ഇവിടെ വലിയ തോതിലുള്ള ആഘോഷമായിരുന്നു. കാരണം സോനം വാങ്ചുക്ക് 26 ദിവസത്തെ നിരാഹാര സമരം അവസാനിപ്പിച്ചതിനെ തുടർന്ന് വലിയ ആഘോഷ പരിപാടികളായിരുന്നു ഈ ജന്തർ മന്ദറിൽ നടന്നിരുന്നത്. നമുക്ക് ഈ ജന്തർ മന്ദറിലെ കാഴ്ചകളിലേക്ക് കാണാവുന്നതാണ്. രാവിലെ ഉണ്ടായതിനേക്കാൾ നിരവധി പേരാണ് ഇപ്പോൾ കൂടുതലായി ജന്തർ മന്ദറിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് വളരെ നിർണായകമായ ചർച്ച ഇന്ന് സർക്കാരും CJPയും തമ്മിൽ നടത്തുമെന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഉച്ചയ്ക്ക് 12:30 ഈ ചർച്ച നടക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ചർച്ചയോടുകൂടി ഒരു പ്രശ്നങ്ങൾ പരിഹാരമാകുമെന്ന ഒരു പ്രതീക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ അത് എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴികെയുള്ള ഒരു ഒത്തുതീർപ്പും തയ്യാറല്ല എന്നാണ് CJP വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന ചർച്ച ഉൾപ്പെടെ ധർമ്മേന്ദ്ര പ്രധാനിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ചകളിലേക്കായിരിക്കും സാധ്യത. ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് ശേഷം എന്ത് നിലപാട്, എങ്ങനെയായിരിക്കും ഈ സമരത്തിന്റെ മുഖം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് പാർലമെന്റിലും ഈ വിഷയം സജീവമായി ഉന്നയിക്കുവാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും കഴിഞ്ഞ ദിവസത്തെ എന്നതുപോലെ തന്നെ ഇന്നും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുവാനാണ് സാധ്യത. ജന്തർ മന്ദറിൽ നിന്നും ജഗദീഷ് മിശ്രനൊപ്പം B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.